ഇറാന്റെ കണ്ടെയ്നർ കപ്പൽ ഹോർമുസിൽ വെച്ച് യുഎസ് പിടിച്ചെടുത്തതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയതോടെ പാകിസ്ഥാനിൽ ഇന്ന് നടക്കേണ്ട രണ്ടാംഘട്ട സമാധാന ചർച്ചയിൽ നിന്ന് പിന്മാറി ഇറാൻ. യുഎസ് എല്ലാ വെടിനിർത്തൽ ധാരണകളും ലംഘിച്ചെന്നും കപ്പൽ പിടിച്ചെടുത്തത് സായുധ കടൽക്കൊള്ളയാണെന്നും ഇറാൻ പ്രതികരിച്ചു. യുഎസ് അനാവശ്യ നിബന്ധനകളാണ് മുന്നോട്ടുവെക്കുന്നതെന്നും നിലപാട് അടിക്കടി മാറ്റുകയാണെന്നും ഹോർമുസിൽ ഇറാന്റെ കപ്പലുകളെ തടയുന്നത് അംഗീകരിക്കില്ലെന്നും പ്രതികരിച്ച ഇറാൻ ശക്തമായ തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പും നൽകി. യുഎസിന്റെ കടലുപരോധം ബ്ലോക്കേഡ് മറികടന്നു പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഇറാന്റെ കപ്പലിന് നേരെ ഗൾഫ് ഓഫ് ഒമാനിൽ വെടിവെച്ചതെന്നും കപ്പലിനെ ചേസ് ചെയ്തു പിടിച്ചുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു. ഹോർമുസ് തുറന്നെന്ന് ഇറാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യക്തമാക്കിയെങ്കിലും ഇറാന്റെ കപ്പലുകളെ തടയുന്നത് യുഎസ് തുടരുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതാണ് ഇറാനെ ചൊടിപ്പിച്ചത്. ഹോർമുസ് വീണ്ടും അടച്ച ഇറാൻ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിവെച്ചിരുന്നു. ന്യൂഡൽഹിയിലെ ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിശദീകരണം തേടിയ ഇന്ത്യ കടുത്ത പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. ഹോർമുസിൽ ഇറാന്റെ കപ്പലുകൾക്ക് പോകാനാകുന്നില്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ കപ്പലും പോകേണ്ട എന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമുസ് തുറന്നെന്ന ഇറാന്റെ പ്രസ്താവനയ്ക്കു പിന്നാലെ വെള്ളിയാഴ്ച കുത്തനെ താഴേക്ക് പോയ എണ്ണവില സ്ഥിതി വീണ്ടും വഷളായതോടെ കുതിച്ചുകയറ്റം തുടങ്ങി. ഇന്ത്യൻ സമയം പുലർച്ചെ 5 പ്രകാരം യുഎസ് ക്രൂഡ് WTI വിലയുള്ളത് ബാരലിന് 7.25% മുന്നേറി $89.93. ബ്രന്റ് വില 5.96% ഉയർന്ന് $95.77 വില വൈകാതെ വീണ്ടും സെഞ്ചുറി അടിച്ചേക്കും. എണ്ണവില വർധന ഇന്ത്യയിലുൾപ്പെടെ പണപ്പെരുപ്പം, അവശ്യവസ്തുക്കളുടെ വില കത്തിക്കയറാൻ ഇടയാകുമെന്നാണ് വിലയിരുത്തൽ. എണ്ണവില കൂടി തുടങ്ങുകയും യുഎസ് ഡോളർ ഇൻഡെക്സ് 0.19% ഉയർന്ന് 98.28 ചെയ്തതോടെ സ്വർണ്ണവില ഇടിയുന്നു. $86 താഴ്ന്ന് ഔൺസിന് $4772 രാവിലെ വില. കേരളത്തിൽ ഇന്ന് വില ഇടിഞ്ഞേക്കാം. ഹോർമുസ് വീണ്ടും തുറന്നതും ഇസ്ലാമാബാദിൽ രണ്ടാംഘട്ട ചർച്ചയിലേക്ക് ഇറാൻ യുഎസ് പ്രതിനിധികൾ കടക്കുമെന്നതും ഓഹരികളെ ഇന്ന് പുത്തനുണർവിലേക്ക് നയിക്കുമെന്നായിരുന്നു ആദ്യ പ്രതീക്ഷകൾ. എണ്ണവില വെള്ളിയാഴ്ച വൈകിട്ട് കുത്തനെ ഇടിഞ്ഞതും ആവേശം പകർന്നിരുന്നു. എന്നാൽ 24 മണിക്കൂറിനകം പ്രതീക്ഷകൾ കടപുഴകി. ഹോർമുസിൽ ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളെ തടയുന്നത് യുഎസ് തുടരുമെന്ന ട്രംപിന്റെ പ്രസ്താവനയാണ് പ്രതീക്ഷകളെ തകിടം മറച്ചത്. ഇറാൻ ശക്തമായി പ്രതികരിച്ചത് സ്ഥിതി കൂടുതൽ വഷളാക്കി. ഇറാന്റെ കപ്പൽ യുഎസ് പിടിച്ചെടുക്കുക കൂടി ചെയ്തതോടെ സമാധാനം അകലുകയാണെന്ന പ്രതീതിയാണ്. യുഎസ് ഓഹരി വിപണിയിൽ ഡൗ ജോൺസ് 0.9%, S&P 500 സൂചിക 0.8%, നാസ്ഡാക്ക് 0.7% എന്നിങ്ങനെ ഇടിഞ്ഞു. ഏഷ്യൻ, ഇന്ത്യൻ, യൂറോപ്യൻ വിപണികളും കണ്ണീർക്കളമാകുമെന്ന സൂചനയാണിത് നൽകുന്നത്. മുൻകാലത്തെ നിയമവിരുദ്ധ പ്രവൃത്തികളുടെ പശ്ചാത്തലത്തിൽ ആ ഇറാനിയൻ കപ്പലിന് യുഎസ് ട്രഷറി വകുപ്പിന്റെ ഉപരോധമുണ്ട്. കപ്പൽ യുഎസ് പിടിച്ചെടുത്തു. അതിലെന്താണെന്ന് പരിശോധിക്കുകയാണ്. ട്രംപ് പറഞ്ഞതിങ്ങനെ: യുഎസ് മുന്നോട്ടുവച്ച ഡിമാൻഡുകൾ ഇറാൻ അംഗീകരിക്കും വരെ ഹോർമുസിൽ ബ്ലോക്കേഡ് തുടരുമെന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുകയാണ് ട്രംപ്. അതേസമയം ഇസ്ലാമാബാദിലേക്ക് ചർച്ചയ്ക്കായി വൈസ് പ്രസിഡന്റ് JD വാൻസ്, യുദ്ധതന്ത്ര പ്രതിനിധികളായ വിറ്റ്കോഫ്, കുഷ്നർ എന്നിവരെ അയച്ചിട്ടുമുണ്ട്. ഹോർമുസിൽ ഇറാൻ ഒട്ടേറെ